ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് നമ്മളൊരു പുതിയ ബസ് എടുക്കാൻ പോവുകയാണ്. പ്രകാശിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മൾ ആദ്യം പോകുന്നത് ഗബ്രിയണ്ണൻ്റെ വീട്ടിലോട്ടാണ്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ ഗബ്രിയണ്ണൻ്റെ വീട്. ഹോ, ഗബ്രിയണ്ണൻ വിളിക്കുന്നുണ്ടല്ലോ. ആ അണ്ണാ, പറയണ്ണാ. അല്ല, ഞാനേ ഇന്നും ഉണ്ടാവില്ല കേട്ടോ. അതെന്താ? എനിക്കൊരു പരിപാടിയുണ്ട്. ആ ഓക്കെ, ഞാൻ നേരെ പോട്ടെ. ആ, നേരെ വിട്ടോ. എന്നാ ഓക്കെ. അപ്പം ഗായ്സ്, ഗബ്രിയണ്ണനില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഗായ്സ്, നമ്മൾ ഒറ്റയ്ക്ക് പോയി ബസ് എടുത്ത് കൊണ്ടുവരണം. അപ്പം നമുക്കിപ്പോൾ കമ്പനിക്ക് ആരുമില്ല. ഗബ്രിയണ്ണൻ ഉണ്ടാകുമ്പോൾ ഒരു സുഖമായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി പോവാനുണ്ട്. സെഡ് അസ്ത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബാംഗ്ലൂരിലത്തെ പ്രകാശിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് കുറച്ച് പോവാനുണ്ട് ഇവിടുന്ന്. ഈ ബസ്സാണെങ്കിൽ ഒരു കൺട്രോളും കിട്ടുന്നില്ല. നമ്മൾ മുതലാളി തന്ന ബസ്സാണ്. ഈ ബസ്സിന് നമ്മൾ പ്രകാശിലെത്തിയിട്ട് നമ്മളുടെ കൂട്ടുകാരൻ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ പുതിയ ബസ് ഏറ്റി വരുന്നതാണ്. ഈ സ്ഥലം എങ്ങനെയുണ്ട്? രസമില്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഇവിടുന്ന് ഒരു തുള്ളി കൂടി ഉള്ളൂ. അപ്പോൾ ഗായ്സ്, നമ്മളുടെ പ്രകാശിലെത്തിയിട്ടുണ്ട്. ഇതെന്താ പ്രകാശിൽ JCB ഒക്കെ? ആ, പണി നടക്കുകയാണ് ഗായ്സ്. ഈ വണ്ടി ഇനി നമ്മളുടെ കൂട്ടുകാരൻ കൊണ്ടുപോകും. അപ്പം നമുക്കിനി നമ്മളുടെ ബസ്സിൻ്റെ അടുത്തേക്ക് പോകാം. നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ പുറത്തുനിന്ന് അടിക്കുന്നതാണ്. അടുത്ത വീഡിയോ ഈ ബസ് സ്റ്റിക്കർ ഒട്ടിച്ച വീഡിയോ ആയിരിക്കും. ഇനി നമുക്ക് നേരെ ബസ്സിൻ്റെ അടുത്തോട്ട് പോകാം. ബസ് ആ സൈഡിലാണെന്ന് നമ്മളോട് പറഞ്ഞു. ആ സൈഡിലാണ് നമ്മളുടെ ബസ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞത്. ഇതാക്കുന്ന ഗായ്സ് നമ്മളുടെ ബസ്. അപ്പം നമുക്ക് നേരെ അതിൻ്റെ അടുത്തോട്ട് പോകാം. ഇപ്പം നമ്മളെ ബസ് കാണാൻ ലുക്കില്ലെങ്കിലും നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ സെറ്റ് ആവുന്നതാണ്. ഇപ്പം നമുക്ക് നേരെ ബസ്സിൻ്റെ അടുത്തോട്ട് പോകാം. ഇപ്പം നമ്മളെ ബസ്സിൻ്റെ മോഡൽ ഇതാണ്. സെഡ് അസ്ത്രയാണ് നമ്മളുടെ ബസ്സിൻ്റെ മോഡല് മുമ്പ്. ഇനി ബാക്ക് നമ്മൾ കാണിച്ചു തരാം. ബാക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സെഡോൺ ലുക്കിലായിരുന്നു. അത് അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബസ് എടുത്തുകൊണ്ട് പോകാം. കുറേ സമയം എടുക്കുന്നുണ്ട്. മുതലാളി വേഗം വരാൻ പറഞ്ഞതാണ്. നമ്മളുടെ ഗബ്രിയണ്ണൻ ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല. ഇതാണ് ബസ്സിൻ്റെ ക്യാബിൻ. നമ്മൾ ലൈലാൻഡിൻ്റെ ചേസാണ് ഇറക്കിയിട്ടുള്ളത്. എങ്ങനെയുണ്ട്? രസമില്ലേ? നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാം. നമ്മളെ ബസ്സിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ എഴുതിയിട്ടുള്ളത് ഫുട്ബോൾ എന്നാണ്. ഓ, നമ്മളുടെ ഗബ്രിയണ്ണൻ വിളിക്കുന്നുണ്ട്. അണ്ണാ, ബസ് ഇറക്കിയോ? ആ, ഞാൻ ബസ് എടുത്ത് കൊണ്ടുവരികയാണ്. പ്രകാശിൽ നിന്ന് ഇറക്കുകയാണ്. എന്നാ ഓക്കെ, ഞാൻ വരുന്ന വൈക്കലുണ്ടാകും. അപ്പം നമ്മളെ ബസ്സിൻ്റെ ലുക്ക് നോക്കിയ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ റെഡി ആവുന്നതാണ്. അപ്പം നമുക്ക് ഈ ബസ് നേരെ ആ സൈഡിലോട്ട് കയറ്റാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. സിഗ്നൽ മാറിയിട്ടു കേട്ടോ ഗായ്സ്, സോറി. അപ്പം നമുക്ക് റിവേഴ്സ് എടുത്തുകൊണ്ട് ഒന്നുകൂടി മുമ്പോട്ട് എടുക്കാം. ഗബ്രിയണ്ണൻ ബാക്ക് പറയാനില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ നോക്കണം. ബെല്ലയാണ് ഞാൻ എടുക്കുന്നത്. ഗബ്രിയണ്ണൻ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. നമുക്ക് നേരെ മുമ്പോട്ട് എടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.